വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഞാൻ ഇതേപോലെ ഷീമാട്ടിയിലൊന്ന് വന്നതാണ്. ഒരാൾക്ക് പുറത്തേക്ക് ഇങ്ങനെ കൊടുത്തു വിടാനായിട്ടൊരു ലാച്ചയോ ഷറാറായ എന്തൊക്കെയോ പറയുമല്ലോ, അത് മേടിക്കണം. അപ്പോൾ ഞാനും അനുവും കൂടെ വന്നത്. അപ്പം ഞങ്ങളപ്പോൾ ഇതെല്ലാം നോക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഇടേണ്ട പ്രായമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഒരു കൊതിയാണ്, രസമാണ് കാണാനായിട്ട്. നല്ല വർക്കാണ് ഇതിലെല്ലാം, നല്ല തുണികളും നല്ല കളറുകളുമാണ് എല്ലാം. അപ്പം പിന്നെ ഒത്തിരി കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീമാട്ടിയിൽ ഒത്തിരി ഉണ്ട് ഇതിൻ്റെ. അപ്പം പക്ഷേ ഇച്ചിരി നല്ല വിലയാണ്. അതൊക്കെ നല്ല കളർ കോമ്പിനേഷനിലുള്ളതാണ്, നല്ല രസമാണ് കാണാനായിട്ട്. അന്നേരം ശരിക്കും ഇത് നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുമ്പോഴേ നമുക്കറിയാം ഭയങ്കര വെയിറ്റാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ടായിരുന്നു അത് ഒരു സെറ്റല്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചോദിച്ചപ്പോഴത്തേക്കിന് 5-6 കിലോയുടെ മുകളിലൊക്കെ വരുന്നുണ്ട് ഒരെണ്ണം. അപ്പോൾ ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച് വരുത്. അവർ തന്നെ പാക്ക് ചെയ്തെന്തോ ഇത് ബോക്സിനകത്തൊക്കെ ആക്കി തരുമെന്നാണ്. അപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്നവരെല്ലാം മിക്കവരും അങ്ങനെയാണല്ലോ കൊണ്ടുപോകണത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ ബ്രൊക്കേഡിൻ്റെ കുറേ നല്ല മെറ്റീരിയൽ ഉണ്ടായിരുന്നു. നമുക്ക് ബ്ലൗസിനൊക്കെ നല്ല സിൽക്ക് സാരിക്കൊക്കെ ബ്ലൗസിനൊക്കെ മേടിക്കാൻ പറ്റുന്ന മെറ്റീരിയലുകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വന്ന് ഞങ്ങൾ നോക്കിയതാണ്. നല്ല കളറുകൾ ഉണ്ട്. അപ്പം നമ്മുടെ പണ്ടത്തെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള സിൽക്ക് സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല പറ്റിയ പ്രിൻ്റഡ് വരുന്ന ബ്രൊക്കേഡിൻ്റെ ബ്ലൗസ് പീസുകൾ എടുക്കാം. നല്ല രസമുണ്ട്, നല്ല തുണികളായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കിനും പിന്നെ അവിടെയും കൂടെ കയറിയൊക്കെ നോക്കിയതാണ്. നല്ല കുറേ തുണികളുണ്ടായിരുന്നു. എന്തോ ഒരു ക്രഷ്ഡ് തുണിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനത്തെ ഇതൊക്കെ നല്ലതാണ്, നല്ല കളേഴ്സായിരുന്നു എല്ലാം. അപ്പോൾ ഇതൊക്കെ ബ്രൊക്കേഡിൻ്റെ പല ഡിസൈനുകളാണ് ഈ തുണിയെല്ലാം. ഇതെല്ലാം നല്ല തുണികളാണ്. ഇത് ഞാൻ ഒരു ബ്രെഡും കൊണ്ട് ഇപ്പം നമ്മൾ ഞാൻ ഈ ബ്രെഡ് മിച്ചം വരുന്നു എന്ന് കാണുമ്പോൾ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ പിള്ളേരെയൊക്കെ എളുപ്പത്തിൽ വൈകുന്നേരം വരുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാൻഡ്വിച്ച് ബ്രെഡായിരുന്നു. അപ്പം ഞാൻ അത് ഇച്ചിരി നല്ല വലിപ്പമാണ് ബ്രെഡിന്. അപ്പം ഞാൻ അതിൻ്റെ 4 സൈഡിലത്തെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ക്രീം, ഇനി ചോക്ലേറ്റ് ക്രീം ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഇരിപ്പുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് മെൽറ്റാക്കി വെച്ചാൽ മതി. ഒരു സ്റ്റീൽ പാത്രത്തിൽ വല്ലതും വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മെൽറ്റാക്കിയാണെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതേപോലെ ബ്രെഡിൻ്റെ ഒരു പീസ് ബ്രെഡേൽ ഇതേപോലെ തേച്ചു. അപ്പം മധുരം ഒത്തിരി ഇഷ്ടമില്ലാത്തവർ അധികം ചോക്ലേറ്റ് ചേർക്കേണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു കണ്ടൻസ്ഡ് മിൽക്ക്, ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെയാണ്, അതിന് മുകളിലേക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ നമുക്ക് അതിന് മുകളിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു പീസ് ബ്രെഡും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കും. പിന്നെ അതേലും നമുക്ക് അതേപോലെ തന്നെ പിന്നെ ചോക്ലേറ്റ് ക്രീമും തേച്ച് ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ അതേലും നമുക്കൊന്ന് പുരട്ടണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് വീണ്ടും ഒരു പീസ് ബ്രെഡും കൂടെ വെക്കണം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും പറ്റിയിട്ട് നമ്മൾ ഒരു പീസ് ബ്രെഡും കൂടെ അതിൻ്റെ മേലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തേച്ച് കൊടുക്കാം നല്ലപോലെ. എന്നിട്ടൊരു പീസ് ബ്രെഡും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് അത് നല്ലപോലെ അതിൻ്റെ അകത്തൊന്ന് സ്പ്രെഡാക്കിയിട്ട് നമുക്ക് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് നമുക്കിതിലേക്ക് ഈ പാനിനകത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വട്ടം കറക്കി അതിൽ നല്ലപോലെ നെയ്യ് പറ്റുന്ന പോലെ, എന്നിട്ട് ഇതിൻ്റെ മേള് ഭാഗത്ത് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് കുറച്ച് നേരം അതൊന്ന് പിന്നെ അതിൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നതിന് വരെ നമുക്കിതേപോലെ ഫ്രൈ പാനിനകത്ത് നമുക്കിത് വെക്കാം. എന്നിട്ട് മുകളിൽ നമ്മളിപ്പോൾ ഓൾറെഡി ബട്ടർ തേച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മറിച്ച് വെക്കണം. അത് നമുക്ക് മറിച്ചിടാം.
കണ്ടോ, ഈ ഒരു പാകത്തിനാകുന്ന പോലെ നമുക്ക് ആക്കിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചെറുതായിട്ട് താഴെ പോകാതെ ബ്രെഡിൽ വീഴുന്ന പോലെ നമുക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതേൽ നല്ല പോലെ മിൽക്ക് ഇറങ്ങണം എല്ലായിടത്തും, 4 ഭാഗത്തും വരുന്ന പോലെ നമുക്ക് എല്ലായിടത്തും ഇതേപോലെ മിൽക്ക് കുറേശ്ശെ വീതം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ മിൽക്ക് ഇതേലേക്ക് നമുക്ക് ബ്രെഡിലേക്ക് താഴത്തെ ബ്രെഡ് വരെ ഇതങ്ങ് ഇറങ്ങും നല്ല പോലെ. അങ്ങനെ അത് ഒഴിച്ച് കൊടുക്കണം. അപ്പം താഴെ ഭാഗം കൂടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി മറിച്ചിട്ട് അടിയിൽ ബട്ടർ പറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ താഴെ ഭാഗം കൂടെ കുറച്ചൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കിനും ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആകുമ്പോഴത്തേക്കിനും നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇച്ചിരി മധുരമൊക്കെ ഉള്ളതും കൊണ്ട് ഇഷ്ടപ്പെടും. നമുക്ക് വലിയ മധുരം ഇല്ലാത്തവർ ആ ചോക്ലേറ്റ് ക്രീം ഒത്തിരി തേക്കാതിരുന്നേച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ സ്പൂണും കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയാൽ 3 ഇപ്പോൾ പാലിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ പാലും കൂടെ ഉള്ളത് കൊണ്ട് അത് നല്ല സോഫ്റ്റായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ മുറിഞ്ഞു പോരും. പിന്നെ അകത്ത് ആ ചോക്ലേറ്റും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ്, പാലിൻ്റെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ബ്രെഡ് മേടിച്ച് മിച്ചമാകുന്നു എന്ന് കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാനെടുത്ത് ഉണ്ടാക്കിയെടുക്കും. ആറിന് ഇതൊന്നും വലിയ താല്പര്യമുള്ളതല്ല എങ്കിലും പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കും. അന്നേരം ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്നും പറഞ്ഞ് ഒരു പീസാണെങ്കിലും അവൻ കഴിക്കും. അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകം കണ്ടോ, നല്ല മിൽക്കും കൂടെ ഒക്കെ ഇറങ്ങിയത് കൊണ്ട് നല്ല സോഫ്റ്റാണ്. നമുക്ക് ഒട്ടും കട്ടിയാകത്തില്ല. നമ്മൾ ഓർക്കും ബട്ടറൊക്കെ തേച്ച് നമ്മൾ ഇതാക്കുമ്പോഴത്തേക്കിനും കുറച്ച് കട്ടിയായി പോകുമെന്ന് വിചാരിക്കില്ല, ഒട്ടും കട്ടിയാകത്തില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒത്തിരിയും പേര് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതായിരിക്കാം ഇത്, പക്ഷെങ്കിൽ നമ്മൾ പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാനും ലീനയും കൂടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ പോയതാണ്. അവിടെ നോസ്പിൻ നോക്കാനായിട്ട് പോയതാണ്. അപ്പം കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഡയമണ്ട്സ് അല്ലാതെ ഉണ്ട്, കുറേ കളക്ഷൻ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ വേണ്ട ഇത് കണ്ട്, ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ കുറച്ച് ലൈറ്റ് വെയ്റ്റിൻ്റെ ഇപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഇടിമണിക്കൽ ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പം അതെല്ലാം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ജ്വല്ലറിയിലാണെങ്കിലും അല്ല ഏതെങ്കിലും ടെക്സ്റ്റൈൽസിലൊക്കെ ആണെങ്കിലും ബോട്ടിക്കിലൊക്കെ ആണെങ്കിലും ഞാൻ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുന്നതുകൊണ്ട് ഒത്തിരിയും പേര് പോയി ഓരോ സാധനങ്ങൾ അത് കണ്ടിട്ട് പോയി മേടിക്കുന്നുണ്ട്. അപ്പം മേടിക്കുന്നവരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുകയോ അവിടെ പോയിരുന്നു അത് മേടിച്ചിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. ഇത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെസ്റ്റ് സൈഡിൽ പോയതാണ്. അപ്പം എന്തെയ്യേണ്ട, ഈ ഡ്രസ്സ് നല്ല രസമുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ നല്ല രസമുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കിന് ഞാൻ വീഡിയോ എടുത്തതാണ്. അതുപോലെ വേണ്ട ഇത് കുർത്തി പോലത്തെ നമ്മുടെ ഹക്കോബാടയാണ്. അതിൻ്റെ 2 കളേഴ്സ് ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു, ഓഫ് വൈറ്റും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു 2000 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അതിന് പ്രൈസ്. അതിൻ്റെ വേണ്ട ഏകദേശം അതേപോലെ വരുന്ന അതിൻ്റെ ഒരു ലൂസ് ബോട്ടം എല്ലാം കൂടെ വരുന്ന റെഡാണിത്. അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിള്ളേർക്കൊക്കെ പറ്റും. വേണ്ട അതിൻ്റെ വേറൊരു ബ്ലാക്കാണത്, അക്കോബാടയാണ്. പക്ഷേ അക്കോബാട ആ ഡിസൈൻ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ റെഡും ബ്ലാക്കും അത് രണ്ടും കൊള്ളാം. അതിൻ്റെ ഒരു ബോട്ടം ഉണ്ട്, കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ഒരു ബോട്ടം കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 2000 എബോ ആവുന്നുണ്ട്. സെപ്പറേറ്റ് ആണ് ബോട്ടം, അതിൻ്റെ ടോപ്പും സെപ്പറേറ്റ് പ്രൈസാണ്. പിന്നെ ഞങ്ങളുടെ സ്ഥിരം സ്ഥലം ഹോം ഡെക്കറിൻ്റെ അവിടെയാണ് ഞങ്ങൾ പിന്നെ കറങ്ങിയത്. അവ എപ്പോൾ ചെന്നാലും എന്തെങ്കിലുമൊക്കെ പുതിയത് കാണും. അന്നേരം നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ. അന്നേരം ഞാൻ ലീനായും കൂടെ പിന്നെ അതിലെയൊക്കെ നടന്ന് എല്ലാം നോക്കിയതാണ്. അപ്പം കണ്ടപ്പോൾ വീഡിയോ എടുത്തിട്ടതാണ്. അവിടെ കണ്ടതാണ്, നല്ല ബേബി പെറ്റിൻ്റെ ചെറിയ കോട്ടാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ വേണ്ട ഈ സ്റ്റാൻഡിൽ വരുന്ന ഗ്ലാസ്, അത് തീരെ ചെറിയ ഗ്ലാസ്സും ഉണ്ട്, ലേശം വലിപ്പം ഉള്ളതും ഉണ്ട്. നമ്മുടെ പണ്ടൊക്കെ ഹോട്ടലുകളിൽ കിട്ടുന്ന ചെറിയ ഗ്ലാസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഗ്ലാസ്സാണത്. ആ സ്റ്റാൻഡിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ വേണ്ട ഈ മാറ്റ്, പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്ന ഒരു മാറ്റാണിത്. ഇതെനിക്ക് തോന്നുന്നു ചെറുതിന് 2 പീസിന് 399, ലേശം കൂടെ വലിപ്പമുള്ള 2 പീസിന് 499 അങ്ങനെ എങ്ങാണ്ടാണ്. അതിൻ്റെ ഈ കപ്പ് അതൊക്കെ നല്ലതാണ്. ഇത് ലുലുവിൽ പോയപ്പോഴത്തേക്കിനും അവിടെ സെയിലിന് ഇട്ടിരിക്കുന്നതാണ്. അതായത് വലിയ പ്ലേറ്റിന് 105 രൂപയും ഒരു പീസിന്, ചെറിയ പ്ലേറ്റിന് 95 ആണ് അവിടെ ഉണ്ടായിരുന്നത്.
അപ്പം നല്ല പ്ലേറ്റ് അല്ലേ വൈറ്റ് ഡിസൈൻ ഉള്ളതിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഡോണറ്റ്സ് എൻ്റെ പിള്ളേരുടെ ഫേവറേറ്റ് സാധനമാണ്. പിള്ളേരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നെ ഇഷ്ടമില്ല കേട്ടോ, മോച്ചനും ബാനുവിനും. പിന്നെ അങ്ങനെ ഏതാണ്ട് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്താണ്. അതായത് സമൂണ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ലുലുന്ന് തന്നെ മേടിച്ചാണ് സമൂൺ. അപ്പോൾ അത് നടുവേ ഇങ്ങനെ കീറി ഒന്ന് ബട്ടർ ഇച്ചിരി ഫ്രൈ പാനിൽ തേച്ചേച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് സോസേജ് ഇതേപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് കീറിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ തേച്ച് ഒന്ന് ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് ആ ബട്ടർ തേച്ച് സമൂണിനകത്തേക്ക് ഞാൻ ബട്ടർ തേച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സമൂണിനകത്തേക്ക് ഈ സോസേജും വെച്ചു. എന്നിട്ട് കുറച്ച് പിന്നെ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് കെച്ചപ്പും കൂടെ അതിലേക്ക് ഞാൻ തേക്കുന്നുണ്ട്. ഒരു സൈഡിൽ കുറച്ച് ഗാർലിക് പേസ്റ്റ് തേച്ചു, പിന്നെ കുറച്ച് കെച്ചപ്പും അതും കൂടെ ഒഴിച്ച് വെച്ച് പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണിത്. നമ്മൾ ദുബൈയിലൊക്കെ ഇത് വേറൊരു ടൈപ്പായിട്ട് കിട്ടുന്ന ഹോട്ട് ഡോഗ് എന്ന് പറയും. പക്ഷേ നമുക്ക് നാട്ടിലും എനിക്ക് സമൂണൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിൽ ഇതെല്ലാം കിട്ടും, പ്രത്യേകിച്ചും ഗാർലിക് പേസ്റ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഗാർലിക് പേസ്റ്റ്. അപ്പം അത് പിള്ളേരാണെങ്കിൽ അവിടെ എപ്പോഴും മേടിച്ച് വെക്കും ഗാർലിക് പേസ്റ്റ്. അതായത് കുബൂസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് പറ്റും. അങ്ങനെ രാവിലത്തേക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.